കടിക്കണേ. ദൈവമേ ആ സാറിനെ ഇങ്ങോട്ട് വരുത്തല്ലേ. ദൈവമേ രക്ഷിക്കണേ. സാർ ഇങ്ങോട്ട് വരല്ലേ 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 വരല്ലേ. വന്ന് ഒരു പട്ടിയുണ്ട്, അതിന് കടിക്കോന്നാ പേടി. സിംഹവും പട്ടിയും വെച്ച് നോക്കുമ്പോ സിംഹം ആ പാവം. പട്ടിയെ കെട്ടിയോ? പട്ടിക്ക് പ്രായമായില്ല സാറേ. കഷ്ടം. അതല്ല മോള് പട്ടിയെ കെട്ടിയിട്ടോന്നാ ചോദിച്ചേ. പട്ടിയെ കെട്ടാൻ ഭ്രാന്തുണ്ടോ സാറേ? അതല്ല പറഞ്ഞത്, പട്ടിയെ പൂട്ടിയിട്ടോന്നാ ചോദിച്ചത്. അല്ല കല്യാണം കഴിപ്പിച്ചു വിട്ടോന്നാണോ സാറ് ചോദിച്ചത്? പട്ടിയെ പൂട്ടിയിട്ടില്ലെങ്കിൽ സാറിന്റെ 2 കാലും കടിച്ചങ്ങ് പറിക്കും. കടിക്കട്ടെ. കടിക്കട്ടെന്ന്. അല്ല കടിക്കുമല്ലോ. കുട്ടികൾ അങ്ങനെ നല്ല സ്നേഹത്തോടെ പറയണം. ഇത് കടിക്കുന്ന പട്ടി തന്നെയാണോ? ദേഷ്യം വന്നാ കടിക്കും. ദേഷ്യം വന്നാ എല്ലാ പട്ടിയും കടിക്കും. ഇതിനെപ്പോഴാ ദേഷ്യം വരുന്നത്? സാറിനെ കാണുമ്പോ. ഞാൻ വന്ന കാര്യം പറയില്ല കേട്ടോ. ഇന്ന് മുഖത്ത് നല്ല ചിരിയുണ്ടല്ലോ. ചായയൊക്കെ കുടിച്ചോ? കുടിച്ചു. ചായക്ക് എന്താ ഉണ്ടായിരുന്നു? പാലും പഞ്ചാര. അയ്യോ, പാലും പഞ്ചാര അല്ലാതെ ആരും ചായ ഇടൂ? കട്ടൻ ചായ ഇടും. കട്ടൻ ചായ ഇടൂ? അത് ശരിയാണല്ലോ പറഞ്ഞോലെ. അതിലൂടെ എന്തോ ഉണ്ടായിരുന്നു കഴിക്കാൻ? പുട്ട്. വെരി ഗുഡ്. പുട്ടൊക്കെ കഴിച്ച് മിടിക്കായിട്ടിരിക്കുകയല്ലേ. പുട്ടിന്റെ കൂടെ എന്തോ ഉണ്ടായിരുന്നു? തേങ്ങാപ്പീര. തേങ്ങാപ്പീര അല്ലാതെ മണ്ണിട്ട് ആരെങ്കിലും പുട്ടുണ്ടാക്കൂ? ഞങ്ങള് കുട്ടികളുണ്ടാക്കും. അയ്യോ, നിങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും കഴിക്കുകയും ചെയ്യും. ഇങ്ങനെ ചുമ്മാ ഇരുന്ന് കഴിച്ചോണ്ടിരുന്നാ പോരാ. പഠിക്കണം. പഠിച്ച് പഠിച്ച് വലിയ നിലയിലെത്തണം. സാറ് പഠിപ്പിച്ച കുട്ടികൾ വലിയ വലിയ നിലയിലെത്തിയിട്ടുണ്ട്. ഡോക്ടർ, എഞ്ചിനീയർ, പട്ടാളക്കാരൻ, നേഴ്സ്, മന്ത്രിമാര് വരെ ആയിട്ടുണ്ട്. സാറൻ രാവിലെ പുട്ടാ കഴിച്ചല്ലേ? അതെങ്ങനെ മനസ്സിലായി? സാറിനെ തള്ളുകോട്ടോ. എന്നെ തള്ളിയിടാ. നീ ഇവിടെ വന്നിരുന്നേ. ഓക്കെ, പൂക്കളെ കുറിച്ച് പഠിച്ചാലോ? പഠിക്കാം. രാത്രിയിൽ വിരിയുന്ന 2 പൂക്കളുടെ പേര് പറഞ്ഞേ. സാർ 7 മണിയാകുമ്പോ ഞാൻ പോയി കിടന്നു. പിന്നെ രാത്രി വിരിയുന്ന പൂക്കളൊക്കെ ഞാൻ എങ്ങനെ കാണാനാ? നീ രാവിലെ കിടന്ന് ഉറങ്ങത്തില്ലേ? നിനക്ക് 7 മണി വരെ എന്തിനാ കുത്തിയിരിക്കുന്നത്? ഇടയ്ക്കൊക്കെ കണ്ണു തുറക്കണം. രാത്രി എന്ന് പറഞ്ഞ സംഭവം കൊണ്ടുണ്ട്. പറഞ്ഞു മനസ്സിലായി? ബുക്കെടു. ആവശ്യമില്ലാത്ത പറയാൻ ഭയങ്കര കഴിവ്. മതി മതി. എത്താണ്ട് കണ്ടോ? വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കുക. എന്തിനാ സാറേ വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കുന്ന? അതങ്ങ് വിട്ടുകളാ. ഇപ്പൊ ഉള്ള ഭാഗം പഠിപ്പിക്കാൻ. നീ ഇതങ്ങോട്ട് മടക്കി വെച്ച്. നീ എന്നെ പഠിപ്പിക്കില്ല, ഞാൻ നിന്നെ പഠിപ്പിക്കുന്നുണ്ട്. നീയാണോ തീരുമാനിക്കുന്നത് ഏതൊക്കെ പൂരിപ്പിക്കണോ ഏതൊക്കെ പൂരിപ്പിക്കണ്ടാന്ന്? നമുക്ക് നക്ഷത്രങ്ങളെ കുറിച്ച് പഠിക്കാം. പേടിച്ചു പോയാ ഞാൻ പറഞ്ഞത്? ഞാൻ എന്തിനാ പേടിക്കാനാ? ചോദിക്കണ്ടായിരുന്നു. നക്ഷത്രങ്ങളെ കുറിച്ച് പഠിക്കാം. ഈ നക്ഷത്രങ്ങളെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. മേടിക്ക്. അതിനെ ഇഷ്ടമാണോ? ഇഷ്ടമാണ്. അപ്പൊ എണ്ണി നോക്കിയിട്ടുണ്ടാവുമല്ലോ. അതെന്റെ അച്ഛനെ അറിയൂ. അച്ഛനെ അറിയുള്ളൂ? എന്നാ? എന്റെ മാമന് ദേഷ്യം വന്നപ്പോ എന്റെ അച്ഛൻ ഒറ്റയടി. അച്ഛൻ നക്ഷത്രം എണ്ണിപ്പോയി. അതിപ്പോ ആരായാലും നക്ഷത്രം എണ്ണിപ്പോവും. സാറിനെണ്ണോ? നീ എന്നെ എണ്ണിക്കണ്ട. നീ അവിടെ ഇരുന്നോ. എന്നെ എണ്ണിക്കണ്ട, ഞാൻ എണ്ണിക്കോളാം കേട്ടോ. നമുക്ക് കണക്ക് പഠിച്ചാലോ? പഠിക്കാം. കണക്ക് നല്ല വശമാണല്ലേ. എന്റെ 10 പഴമുണ്ട്. എത്ര പഴം? 10 പഴം. അതിൽ 5 പഴം ഞാൻ ശശിക്ക് കൊടുക്കുന്നു, 5 പഴം സാറ് കൊടുക്കുന്നു. ബാക്കി ഇവിടെ എത്ര പഴം ഉണ്ടാവും? ഇവിടെ ഒരു പഴവും. അയ്യോ, ഒരു സാറിന്റെ മുഖത്ത് നോക്കി ഒരു പഴം ഇല്ലെന്നാണോ പറഞ്ഞു? ഒന്നുമില്ലെന്നല്ലേ പറഞ്ഞേ? അടിച്ച് പിരിച്ചുകളെ ഞാൻ പറഞ്ഞത്. അയ്യോ, എന്തിനാ കരയുന്നേ? ശശിക്കും കൊടുത്ത് 5 പഴം സാറ് കൊടുത്ത് എനിക്ക് ഒരു പഴവും കിട്ടി. ഞാനൊരു സങ്കല്പം പറഞ്ഞല്ലേ. ഇടയ്ക്ക് തങ്കപ്പനും കൊണ്ടുപോയി കൊടുത്തല്ലേ. ഇതിനോട് ഞാൻ എങ്ങനെ എവിടെ പോയി? അയ്യോ, കരയല്ലേ. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞ പഴം വാങ്ങിച്ചു തരാം. ഒരുമാതിരി പഴത്തിലെ കണക്കായി പോയി. സാറും ഈ അമ്മയും അച്ഛനും ഒക്കെ മോളെ പഠിപ്പിച്ച് വലുതാക്കുന്ന എന്തിനാ? 1.5 അടി നീളമുള്ള. അതിനിപ്പോ കല്യാണത്തെ കുറിച്ചാണ് ആലോചിക്കുന്നത്. ആദ്യം നീ ഒന്ന് പഠിച്ച് വളര്, എന്നിട്ട് കല്യാണത്തെ കുറിച്ച് നമുക്ക് ആലോചിക്കാം. അയ്യടാ, ഇണിക്കുന്ന കീണി. ഒറ്റ പല്ലും വായിലില്ല. എല്ലാം ഇവിടുത്തെ പട്ടി പറക്കി തിന്നോ അതോ പണയം വെച്ചോ? പണയം വെച്ചോ? അതെന്തിന്? ഈ പന്നപ്പല്ലി വിറ്റിട്ടാണോ സാറിന് ഫീസ് തരുന്നേ? എല്ലാ കാര്യവും പഠിപ്പിക്കുന്ന കുഞ്ഞിനൊരു ഭാവിക്ക് വേണ്ടിയാ. ഒഴിച്ചാൽ നീളം വെച്ച് എന്നതൊക്കെയായി പറയുന്നേ? നീ എന്നെ ഭ്രാന്ത് പിടിപ്പിക്കും. എന്താ പറഞ്ഞേ? നീ ഒന്നും പണയണ്ട. ഇവിടെ വന്നിരി. ഇവിടെ ഇരി. ഞാൻ ഈ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് അതിനൊരു ട്രിക്ക് സാർ പറഞ്ഞുതരാം. രാവിലെ എഴുന്നേക്കണം. എന്നിട്ട് പ്രഭാത കൃത്യങ്ങളെല്ലാം കഴിഞ്ഞ് കുളിയെല്ലാം കഴിഞ്ഞ് ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കണം. ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ശരവർഷം പോലെ ചറപറാന്ന് അനുഗ്രഹം അങ്ങോട്ട് തരും. ഇതിന്റെ ഇടയിലൂടെ അങ്ങ് വളരണം കേട്ടോ. എന്നിട്ട് നല്ല നല്ല ഭക്ഷണം കഴിക്കണം, നല്ല ബുദ്ധി ഉണ്ടാവും. അപ്പൊ ഏത് പ്രതിസന്ധിയും നമുക്ക് തരണം ചെയ്യാം, ഏത് കുരുക്കും നമുക്ക് കഴിക്കാം. പിന്നെ സാർ എത്രയോ കുരുക്ക് കഴിച്ചിരിക്കുന്നു. ഇനി ഏത് കുരുക്ക് വന്നാലും സാർ കഴിക്കും. സാർ അഴിക്കാത്ത കുരുക്കുകൾ ഈ കേരളത്തിൽ ഇല്ല, അറിയാമോ? പിന്നെ സാർ അഴിക്കാത്ത കുരുക്കൾ ഒന്നുമില്ല. സാർ അഴിക്കും, ഉറപ്പ്. ഇത് ഇടിയപ്പല്ലേ? ഇതിന്റെ കുരുക്ക് ആർക്കെങ്കിലും അഴിക്കാൻ പറ്റും? അഴിച്ചില്ലെങ്കിൽ